കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഒരിക്കൽ നീലിമലക്കാട്ടിൽ ലിയോ എന്നു പേരുള്ള ഒരു സിംഹമുണ്ടായിരുന്നു. സിംഹത്തിന് തൻ്റെ ഗർജന ശബ്ദം വളരെ മോശമാണെന്ന് തോന്നലുണ്ടായി. അതുകൊണ്ട് അവൻ എപ്പോഴും മൗനമായിട്ടിരിക്കുകയായിരുന്നു പതിവ്. ഒരിക്കൽ കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒത്തുചേർന്ന് ജാക്കി മുയലിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ കാട്ടിൽ എവിടെയോ നിന്ന് ഒരു വെടിപൊട്ടുന്ന ശബ്ദം. സിംഹം ഉടൻ തന്നെ ചാടി എണീറ്റ് ഗർജിച്ചു. ആ സമയം അവിടെ കൂടിയിരുന്ന കുരങ്ങച്ചന്മാർ ചിരി തുടങ്ങി. അയ്യടാ, നോക്കിയേ, നമ്മുടെ സിംഹരാജൻ ഗർജിക്കുന്ന ശബ്ദം കേട്ടോ. ഇത് ഗർജനമല്ലടാ, കൂവല. എനിക്ക് വയ്യ, ചിരിച്ചു മടുത്തു. ഞാൻ കുറുക്കനോരിയിടുന്ന ശബ്ദം പോലെയുണ്ട്. കുരങ്ങച്ചന്മാർ നിലത്ത് കിടന്ന് ഉരുണ്ടും പരസ്പരം തോളത്ത് കൈവച്ചും ചിരി തുടങ്ങി. ഇത് കേട്ട് നമ്മുടെ സിംഹരാജന് സങ്കടമായി, ദേഷ്യവും വന്നു. സിംഹരാജൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്. ഞാനിനി ഒരിക്കലും കാട്ടിലെ രാജാവായി തുടരുകയില്ല. മോശമായ ശബ്ദമുള്ള ഞാൻ രാജാവായിരിക്കാൻ യോഗ്യനല്ല. ഒന്ന് ഉറക്കെ ഗർജിക്കാൻ പോലും എനിക്കാവുന്നില്ലല്ലോ. ഇത് കേട്ട മിക്കുപൂച്ച ഓടിച്ചെന്ന് സിംഹരാജനോട് പറഞ്ഞു, സിംഹരാജ, അങ്ങ് വിചാരിക്കുന്ന പോലെ അങ്ങയുടെ ശബ്ദം അത്ര മോശമൊന്നുമല്ല. ഒരു രാജാവാകാനുള്ള എല്ലാ യോഗ്യതയും അങ്ങയ്ക്കുണ്ട്. അങ്ങയേക്കാൾ ശക്തൻ ഈ കാട്ടിൽ ആരുണ്ട്? ദേ, ഇവിടെ ഇപ്പോ ആരുമില്ല. അങ്ങ് ഉറക്കെ ഗർജിക്കൂ, അങ്ങ് പരിശ്രമിക്കൂ. അങ്ങേക്ക് തീർച്ചയായും സാധിക്കും. ഇത് കേട്ട് സിംഹം ഗർജിച്ചു നോക്കാൻ തുടങ്ങി. പരമാവധി ശ്രമിച്ചു നോക്കിയെങ്കിലും ഒരു ചെറിയ ശബ്ദമാണ് സിംഹത്തിനുണ്ടാക്കാൻ കഴിഞ്ഞത്. ഇത് കേട്ട് കുരങ്ങച്ചന്മാർ ഓടി വന്നു വീണ്ടും സിംഹരാജനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. മിക്കുപൂച്ചെ, നീ വെറുതെ സമയം കളയണ്ട. ഈ സിംഹത്തിന് ഗർജിക്കാൻ കഴിയില്ല. ഞാൻ പോവുകയാണ്. എന്നെ കൊണ്ട് ഇനി ഉച്ചത്തിൽ ഗർജിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പാണ്. എനിക്കിവിടെ ഒരു സ്ഥാനവുമില്ല. കാട് വിട്ട് ഞാൻ പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സിംഹരാജൻ അവിടെ നിന്ന് നടന്നു നീങ്ങി. അയ്യോ സിംഹരാജ, പോകല്ലേ പോകല്ലേ സിംഹരാജ, നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ. ഇനിയും പരിശ്രമിച്ചു നോക്കാമല്ലോ. അങ്ങ് പരിശ്രമിക്കൂ, അങ്ങേക്ക് തീർച്ചയായും സാധിക്കും. മിക്കുപൂച്ച പറഞ്ഞു. കുരങ്ങച്ചന്മാർ വീണ്ടും ചിരിച്ചു കൂവി വിളിക്കാൻ തുടങ്ങി. കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം സിംഹരാജനെ കാണാതെ അന്വേഷിച്ചു നടന്നു. ഒരിടത്തും സിംഹരാജനെ കാണുന്നില്ല. സിംഹം ഈ കാട് വിട്ടു പോയി കാണും. കുരങ്ങച്ചൻ പറഞ്ഞു. ഗർജിക്കാൻ പറ്റാത്തവന് രാജാവിന്റെ പദവിയിലിരിക്കാനുള്ള യോഗ്യതയില്ല. ഇത് കേട്ടുവന്ന ആനച്ചേട്ടൻ പറഞ്ഞു, ആരെങ്കിലും സിംഹരാജനെ വിഷമിപ്പിച്ച് കാണണം, അല്ലെങ്കിൽ സിംഹരാജൻ ഈ കാട് വിട്ടു പോവുകയില്ല. ആരാണ് അവനെ വിഷമിപ്പിച്ചത്? തൻ്റെ തുമ്പിക്കൈ കുരങ്ങന്മാരുടെ നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. നിങ്ങളാണോ എന്ന് സിംഹരാജനെ വിഷമിപ്പിച്ചത്? ഉടൻ തന്നെ കുരങ്ങച്ചന്മാർ പറഞ്ഞു, ഞങ്ങളല്ല, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം ആ മിക്കുപൂച്ചയുടെ പണിയാണ്. മിക്കുപൂച്ചേ, നീയാണോ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നീയാണോ ഒന്ന് സിംഹരാജനെ വിഷമിപ്പിച്ചത്? പാവം മിക്കുപൂച്ച വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് മരത്തണലിലേക്ക് പോയി മരച്ചുവട്ടിൽ സങ്കടപ്പെട്ടിരുന്നു. കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും അവിടെ ചുറ്റിനും കൂടി. മിക്കുപൂച്ച പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ആനച്ചേട്ടാ. ഞാൻ സിംഹരാജനെ സന്തോഷിപ്പിച്ചിട്ടേയുള്ളൂ, സഹായിച്ചിട്ടേയുള്ളൂ. വെറുതെ എന്നെ കരയിപ്പിക്കല്ലേ, എന്നെ കുറ്റപ്പെടുത്തല്ലേ എല്ലാരും കൂടി. പെട്ടെന്ന് ആ കുറ്റിക്കാട്ടിലൊരനക്കം. ഗർജിച്ചുകൊണ്ട് നമ്മുടെ സിംഹരാജൻ അലറിക്കൊണ്ട് ചാടി വീണു പറഞ്ഞു, തൊട്ടുപോകരുത് അവരെ. മൃഗങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇത് കേട്ട ആനച്ചേട്ടൻ പറഞ്ഞു, സിംഹരാജൻ
നിങ്ങൾ എത്ര ശക്തമായ ശബ്ദത്തിലാണ് ഗർജിക്കുന്നത്. നിങ്ങൾക്കിതെങ്ങനെ സാധിച്ചു? ശരിയാണല്ലോ സിംഹരാജ, ഈ കാട് നടുങ്ങുന്ന ശബ്ദമാണ് നിങ്ങൾക്ക്. ഞങ്ങളോട് ക്ഷമിക്കണേ സിംഹരാജ. ഈ കാട്ടിലെ രാജാവാകാൻ യോഗ്യത നിങ്ങൾക്ക് മാത്രമാണ്. കുരങ്ങച്ചന്മാർ പറഞ്ഞു. സിംഹരാജൻ മിക്കുപൂച്ചയുടെ അടുത്തേക്ക് ചെന്നു പറഞ്ഞു, നന്ദിയുണ്ട് മിക്കു. നിന്റെ ഒരാളുടെ പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ ഗർജിക്കാൻ സാധിച്ചത്. കൂട്ടുകാരെ, നമുക്കിന്ന് ആനന്ദത്തിന്റെ ദിവസമാണ്, നമുക്കിന്ന് ആഘോഷത്തിന്റെ ദിവസമാണ്. ഇന്ന് കാട്ടിൽ വലിയൊരു ഉത്സവം നടക്കാൻ പോവുകയാണ്. ഞാനിനി കാട് വിട്ട് എങ്ങും പോകുന്നില്ല. വാദ്യമേളങ്ങൾ ഉയരട്ടെ. വരൂ, നമുക്കിന്ന് നൃത്തമാടാം. അങ്ങനെ നീലിമലക്കാട്ടിൽ അന്ന് മൃഗങ്ങളെല്ലാം ചേർന്ന് സന്തോഷത്താൽ നൃത്തമാടി. പ്രിയ കൂട്ടുകാരെ, ഒരു ചെറിയ പ്രോത്സാഹനം മതി നമ്മിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ വളർത്താൻ. അതുപോലെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ മതി മറ്റുള്ളവരുടെ ആത്മവിശ്വാസം നശിപ്പിക്കാൻ. അതുകൊണ്ട് നാം എപ്പോഴും മറ്റുള്ളവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം കേട്ടോ. ഒരിക്കലും കുറ്റപ്പെടുത്തരുത് കേട്ടോ. Hello friends, if you like our videos, please subscribe to our channel.